Hello my dear students, welcome back to Eager Learning. This is me Aslam. So മക്കളെ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സൂപ്പർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്താക്കാൻ പോവാണ് ഈ ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്താക്കുക കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ഡെസിമൽ ഫോം ബൈ കൺവേർട്ടിംഗ് ദ ഡിനോമിനേറ്റർ ഇൻടു എ പവർ ഓഫ് 10. പവർ ഓഫ് 10 ആക്കി മാറ്റണം ആരെ? ഡിനോമിനേറ്ററിനെ അല്ലെങ്കിൽ ഛേദത്തെ. അതാണ് ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ, 3/8 7/40. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ എടുക്കാം, 3/8 എടുക്കാം. 3/8 എനിക്ക് കൺവേർട്ട് ചെയ്യണം, പവേഴ്സ് ഓഫ് 10 കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കണം? ഡെസിമൽ ഫോം ദശാംശ രൂപം കണ്ടുപിടിക്കണം. സോ 3/8 ഞാൻ എന്താക്കുന്നു? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 8 എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും 2 × 2 × 2 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 8 വന്നാൽ കൺവേർട്ട് ചെയ്യാൻ പവേഴ്സ് ഓഫ് 10 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? 3/8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്ന് എഴുതാൻ പറ്റും. 3 2 ഡിനോമിനേറ്ററിൽ വന്നു. അങ്ങനെയാണെങ്കിൽ 3 5 എന്ത് വേണം? ഡിനോമിനേറ്ററിൽ വേണം കൺവേർട്ട് ചെയ്യാൻ, 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ × 5 × 5 × 5. ഇനി ഇത് ഓരോ ആൾക്കാരും ഈ 2 ഈ 5 ഒരു ടീമാണ്, അടുത്ത് ഈ 2 ഈ 5 വേറെ ടീമാണ്, അടുത്ത് ഈ 2 ഈ 5 വേറെ ടീമാണ്. 3 ടീം ഡിനോമിനേറ്ററിൽ കിട്ടി. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊരു 3 5 ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ കൊടുത്താൽ ആ 3 5 തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ എന്താക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതും കൂടിയും എഴുതാൻ മറക്കരുത്. × 5 × 5 × 5 എന്ന് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണോ നമ്മൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് തന്നെ എന്താക്കണം? ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ എന്താക്കുന്നു? വേഗം കണ്ടുപിടിക്കാൻ പോവുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? 5 × 5 × 5 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 125 ആയിട്ട് മാറും. 125 × 3 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 375 ആയിട്ട് മാറും. സോ ഈ കാണുന്ന മൊത്തം ആൾക്കാരും എന്തായിട്ട് മാറി? 375 ആയിട്ട് മാറി. സോ 375 ഇനി നോക്കിക്കേ, ഓരോ ടീം 2 × 5 10 ആണ്. അതുപോലെ എഗെയിൻ 2 × 5 എഗെയിൻ 10 ആണ്. അടുത്ത ടീം ഏതാ? ഈ 2 × 5 10 ആണ്. 3 10 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 1000 ആയിട്ട് മാറും. എന്തായിട്ട് മാറിയപ്പം 1000. 375/1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.375 ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷനല്ല, ഡെസിമൽ ദശാംശം എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ആളാണെന്ത്? 7/40. ഇതേപോലെ സെക്കൻഡ് വൺ ഇതേപോലെ നമുക്ക് ചെയ്യാം. 7/40 എന്ന് പറഞ്ഞാൽ 7/40 എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 7/8 × 5. 40 എന്ന് പറഞ്ഞാൽ 8 × 5 ആണ്. 8 × 5 വന്നാൽ 8 ഡിനോമിനേറ്ററിലുണ്ട്. ഇതിനെ പവേഴ്സ് ഓഫ് 10 ആക്കി മാറ്റാൻ, 10ന്റെ കൃതിയാക്കി മാറ്റാൻ ഒരു 5 മാത്രമേ ഇവിടെ കൂടെ വരുന്നുള്ളൂ. എത്ര 5 കൂടി വേണം? 8 ആണെങ്കിൽ 3 5 വേണം. കാരണം നമ്മൾ 8 വന്നപ്പോൾ 8 വന്നപ്പോൾ 3 2 ആണ്. 3 2 മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3 5 അവരുടെ കൂടെ വേണം. പക്ഷേ ഇവിടെ ഒരു 5 മാത്രമേ ഉള്ളൂ. എത്ര 5 മൾട്ടിപ്ലൈ ചെയ്യണം? 2 5 മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും, ഛേദത്തെയും അംശത്തെയും എന്ന് മനസ്സിലാക്കി വെക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 7 × 5 × 5/8 × 5 × 5 × 5 ആയിട്ട് മാറുന്നു. 5 ആയിട്ട് മാറുന്നു. ഇനി 5 × 5 എന്ന് പറഞ്ഞാൽ 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. 25 × 7 എന്ന് പറഞ്ഞാൽ 175 ആണ്. സോ ഈ കാണുന്ന മൊത്തം ആൾക്കാരും എന്തായിട്ട് മാറി? 175 ആയിട്ട് മാറി. മൾട്ടിപ്ലിക്കേഷനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. 175. അതുപോലെ 8 × 5 × 5 × 5 വന്നു കഴിഞ്ഞാൽ എത്ര ആയിട്ട് മാറും? 1000 ആയിട്ട് മാറുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു 175/1000 ആയിട്ട് മാറി. വിച്ച് ഇസ് ഈക്വൽ ടു 175/1000 എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഫോംസിലേക്ക് മാറ്റാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ 3 പോയിന്റ്സ് 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. സോ എന്തായിട്ട് മാറി? 0.175 എന്ന് ഡെസിമൽ ഫോം ദശാംശ രൂപം കിട്ടുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 2/10 3/100 4/1000. അതിന് ബി ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 0.125. ദശാംശ രൂപം എഴുതാനും അതുപോലെ അതിന്റെ ഭിന്ന രൂപം എഴുതാനുമാണ് പറയുന്നത്. വേഗം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2/10 3/100 4/1000. ഒന്നാമത്തെ ആള് എ ക്വസ്റ്റ്യൻ. 2/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അതുപോലെ 3/100 എന്ന് പറഞ്ഞാലോ 0.03 ആണ്. അതുപോലെ 4/1000 എന്ന് പറഞ്ഞാലോ 0.004 ആണ്. 0.004 ആണെന്ന് മനസ്സിലാക്കി വെക്കുന്നു. ഇനി ഈ 3 ആൾക്കാരെയും ആഡ് ചെയ്താൽ മതി. ഈ 3 ആൾക്കാരെ ആഡ് ചെയ്താൽ 2/10 is 2/10 plus 3/100 plus 4/1000 അല്ലേ?
4/1000 equal to 0.2 plus 0.03 plus 0.004 which is equal to 0.234 ആയിട്ട് മാറുന്നു. ഇതാണ് ഇയാളുടെ ഡെസിമൽ ഫോം ആയിട്ട് വരുന്നത്. ബി ക്വസ്റ്റ്യൻ പറയുന്നു 0.125. 0.125നെ നമ്മൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ 0.125 ആണ്. 0.125നെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ എടാ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഒഴിവാക്കാൻ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? 125/1000 ആയിട്ട് മാറുന്നു. ഇതാണ് ഇതിന്റെ ഭിന്ന രൂപം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഫോം എന്ന് വരുന്നത്. സിമ്പിൾ ആയിട്ട് ഇതാക്കാം, കണ്ടുപിടിക്കാൻ പറ്റും. റെഡി ആണല്ലോ? നെക്സ്റ്റ് വരുന്ന ആളെ നോക്കാം. നെക്സ്റ്റ് വരുന്ന ആള് ഹൗ മെനി 1/10s ആർ ദർ ഇൻ 0.25? 0.25ൽ എത്ര 1/10കൾ ഉണ്ടെന്നാ ചോദിക്കുന്നത്? 1/10കൾ ഉണ്ടെന്നാ ചോദിക്കുന്നത്. വെരി സിമ്പിൾ ആണ്. 0.25നെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുക. 0.25 എന്ന് പറഞ്ഞാൽ 25/100 ആയിട്ട് മാറുന്നു. എങ്ങനെ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്. സോ നമ്മൾ എന്താക്കുന്നു? 2 0 വരുന്ന 10ന്റെ പവർ അതാരാണ്? 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അയാളെ ഭിന്ന രൂപത്തിലേക്ക് ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ. 25/100 നമ്മൾ എന്താക്കാൻ പോകണം? ഇനി പിരിച്ച് എഴുതാൻ പോകണമെങ്കിൽ മുറിച്ച് എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതും? 25/100 എന്ന് പറഞ്ഞാൽ 20 + 5/100 ആണെന്ന് നമുക്കറിയാം. 25 എന്ന് പറയുന്നത് 20 + 5 ആണെന്നറിയാം. ഇനി ഞാൻ എന്താക്കാണ്? ഇവിടെ കട്ട് ചെയ്യാണ്. ഈ പ്ലസ് വരുന്ന ഭാഗത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇയാളെ. ഈ പ്ലസ് വരുന്ന ഭാഗത്ത് കട്ട് ചെയ്താൽ 20/100 + 5/100 ആയിട്ട് മാറുന്നു. ഇനി നോക്കിക്കേ, ഈ 20/100 രണ്ടിലും 0 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 10 ആണ്. അതുപോലെ 100 എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്. സോ ഒരു 10 ക്യാൻസൽ ആയി പോകും. ഒരു 10ന് ഞാൻ ക്യാൻസൽ ആക്കി. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എന്ത് വന്നു? 2/10 + 5/100 ആയിട്ട് മാറുന്നു. ഇനി നോക്കിക്കേ, ഈ 2/10 മാത്രം നോക്കിയാൽ മതി. ഈ 2/10 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആക്ച്വലി എന്താ? 2 × 1/10 ആണ്. അതുപോലെ 5/100 എന്ന് പറഞ്ഞാലോ 5 × 1/100 ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ എത്ര 1/10 ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ആണ് കറക്റ്റ് ആൻസർ. 2 1/10s ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ 2 ആണ് കറക്റ്റ് ആൻസർ. 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര 1/100s ഉണ്ടെന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുകയാണ്? എത്ര 1/100s ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ആൻസർ ഏതാ മക്കളെ? 5 എന്നാണ് വരിക. എത്ര 1/100s? 5 1/100s ഉണ്ടെന്ന് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. കാരണം ഇങ്ങനെയാണ് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫോളോയിങ്. ദശാംശ രൂപങ്ങൾ കണ്ടുപിടിക്കാൻ 1/5 1/5 + 1/5², 1/5 + 1/5² + 1/5³ മക്കളെ ഞാനൊരു ടീമിനെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറഞ്ഞു 8 വന്നാൽ 5 3 5 വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ടീമിനെ ഞാൻ എന്താക്കാൻ പോവാണ്? പറഞ്ഞു തരാൻ പോവുകയാണ്. 5 വന്നാൽ അവിടെ ടീം 2 ആണ്. ഇയാൾ എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. ഇനി 5² വന്നാലോ ടീം എന്താണ്? 2ന്റെ സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 4 ആണ്. 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. അതിൻ്റെ വാല്യൂ 100 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇത് ഓരോന്നും ഓരോ ടീമാട്ടോ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് 5² എന്നായിരിക്കും തരിക. അപ്പോൾ നമ്മൾ 2² എടുക്കുന്നു. ഇനി 25 എന്ന് തരികയാണ്. അപ്പോൾ നമ്മൾ എന്താക്കുന്നു? 4 കൊടുക്കുന്നു. ഇനി വേണ്ടതാണ് 5³ വരികയാണ്. 5³ എന്നാൽ നമ്മൾ എന്താക്കണം? 2ന്റെ ക്യൂബ് കൊടുക്കണം. 2ന്റെ ക്യൂബ് സെയിം പവർ. 5ന് എത്ര പവർ ഉണ്ടോ, എത്ര കൃതി ഉണ്ടോ, അതേ കൃതി തന്നെ 2നും കൊടുക്കുക എന്നുള്ള ഐഡിയ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെന്താവും? മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10ന്റെ പവേഴ്സ് ആയിട്ട് മാറും എന്നുള്ള ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ 5³ × 2³ is equal to എന്തായിട്ട് മാറി? 1000 ആയിട്ട് മാറി. ഇയാളൊന്ന് മാറ്റി തന്നല്ലോ. 5³ എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ്. × 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. which is equal to 1000 ആയിട്ട് മാറും. ഇതാണ് നമുക്ക് കിട്ടിയ ആൾക്കാർ. ഇതാണ് നമ്മുടെ ടീം. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ ആള് ഡിനോമിനേറ്ററിൽ 5 ആണ്. എനിക്ക് ഈ 5നെ എന്താക്കണം? 10 ആക്കി മാറ്റണം. 10 ആക്കി മാറ്റാൻ ടീം ആരാണ്? 2 എന്ന് പറയുന്ന ടീമാണ്. ഈ 2നെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ എന്താക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈക്വൽ ടു 1/5 × 2 × 2 ആയിട്ട് മാറുന്നു. which is equal to 2/10 which is equal to 0.2. സിമ്പിൾ ആയിട്ട് കിട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1/5 + 1/5² ആണ്. ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ 1/5 + 1/5². 1/5 + 5 ഓടെ പ്ലസ് 1/5 + 1/5² which is equal to ഒന്നാമത്തെ 1/5ൽ ഒരു 5 ഉള്ളൂ. സോ ഒരു 2 മതി. എന്തായിട്ട് മാറുന്നു? 1/5 × 2 × 2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും എന്താക്കി? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 1/5² × 2². ഡിനോമിനേറ്ററിനെ 2² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും അംശത്തെയും നമ്മൾ എന്താക്കണം? 2² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. × 2² ആയിട്ട് മാറുന്നു. × 2².
വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് മാറുന്നു, 5 into 10 ആയിട്ട് മാറുന്നു, പ്ലസ് 2 സ്ക്വയർ 1 into 2 സ്ക്വയർ 2 സ്ക്വയർ എത്രയാണ് 4 ആണ് വരിക. സോ 4/5 സ്ക്വയർ into 2 സ്ക്വയർ ഞാൻ ടീമായിട്ട് പറഞ്ഞു എത്രയാണ് 100 ആണ് വരിക. സോ എന്തായിട്ട് മാറുന്നു 100 ആയിട്ട് മാറുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അതുപോലെ 4/100 എന്ന് പറഞ്ഞാൽ 4/100 എന്ന് പറഞ്ഞാൽ 2 പൂജ്യം ഉണ്ട്. സോ 4 കഴിഞ്ഞിട്ട് 4 പിന്നെ ഒരു പൂജ്യം കൂടി വേണം, അവിടെ നമ്പർ ഇല്ല, അതുകൊണ്ട് നമ്മൾ പൂജ്യം കൊടുത്തിട്ടാണ് ഡെസിമലിലേക്ക് മാറ്റുക. 4/100 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും 0.04 വിച്ച് ഇസ് ഈക്വൽ ടു 0.24 ആയിട്ട് മാറുന്നു. 0.24 ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഇതേപോലെ സിമ്പിൾ ആണ്. സി ക്വസ്റ്റ്യൻ പറയുന്നു 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് ആണ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇതേപോലെ ഞാൻ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, വാല്യൂസ് മാത്രം കിട്ടിയാൽ മതി. 1/5 നമ്മൾ എന്താക്കുന്നു 1/5 into 2 ചെയ്യുന്നു, പ്ലസ് 1/5 സ്ക്വയർ ആണെങ്കിൽ 2 സ്ക്വയർ ആക്കി മാറ്റുന്നു, ന്യൂമറേറ്ററിലും 2 സ്ക്വയർ ആയിട്ട് മാറുന്നു. അതുപോലെ 1/ക്യൂബ് വന്നാൽ 1/ക്യൂബ് വന്നാൽ എന്തായിട്ട് മാറും, 1/5 ക്യൂബ് വന്നാൽ എന്തായിട്ട് മാറും 1/5 ക്യൂബ് into 2 ക്യൂബ് ആയിട്ട് മാറുന്നു. 1/5 ക്യൂബ് into 2 ക്യൂബ് ആയിട്ട് മാറുന്നു. ന്യൂമറേറ്ററിലും 2 ക്യൂബ് നമ്മൾ കൊടുക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 into 2/5 into 2 എന്തായിട്ട് മാറും 2/10 ആയിട്ട് മാറുന്നു. 1 into 2 സ്ക്വയർ എന്താണ് 4 ആണ്. സോ 4/5 സ്ക്വയർ into 2 സ്ക്വയർ നമ്മൾ പറഞ്ഞു ടീം ഏതാണ് 100 ടീമാണ്, 100ന്റെ ടീമാണ് 5 സ്ക്വയർ into 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. സോ 100 ആയിട്ട് മാറുന്നു. സോ 100 ആയിട്ട് മാറുന്നു. പ്ലസ് 1 into 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് 8 ആണ്. 8/5 ക്യൂബ് into 2 ക്യൂബ് എന്താണ് 1000 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 3 ആൾക്കാർ നമുക്ക് കിട്ടി കഴിഞ്ഞു. വേഗം വാല്യൂസ് കാണാം. 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 4/100 എന്ന് പറഞ്ഞാൽ 0.04 ആണ്. പ്ലസ് 8/1000 എന്ന് പറഞ്ഞാൽ 3 പൂജ്യം വന്നു. അങ്ങനെയാണെങ്കിൽ 8 ഇങ്ങോട്ട് എണ്ണി 3 നമ്പേഴ്സ് വേണം. 8 ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. സോ മുമ്പിൽ 2 പൂജ്യം ഉണ്ടാവും. എന്തായിട്ട് മാറും 0.008 ആയിട്ട് മാറുന്നു. 3 ആൾക്കാരെയും ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.248 നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു a 2-digit number divided by another 2-digit number gives 5.875. What are the numbers? ഒരു 2 അക്ക സംഖ്യയെ മറ്റു 2 അക്ക സംഖ്യയെ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് 2-3 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കാറുള്ളത്. എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 5.875 നമ്മൾ ഇയാൾ എന്താക്കുന്നു ഭിന്ന രൂപത്തിലേക്ക് ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റണം. ഫ്രാക്ഷണൽ ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ചെയ്യാറ് പതിവ് അല്ലേ. 5.875 എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും 5875 ചെയ്തിട്ട് 1000 കൊടുക്കും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോയി നമ്പേഴ്സ് കണ്ടിരിക്കും. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് 5875 എന്നുള്ളത് നമുക്ക് എന്താക്കാം ഇവിടെ മാറ്റാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മെത്തേഡ് നല്ലോണം നോക്കിക്കേ. 5.875 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ മക്കളെ 5 പ്ലസ് 0.875 അല്ലേ. 5 പ്ലസ് 0.875 ആണ്. സോ 5 എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ കിട്ടിക്കഴിഞ്ഞു. അയാൾ അവിടെ നോട്ടെ. ഈ കാണുന്ന ബാക്കി വരുന്ന ആളെ നമ്മൾ എന്താക്കിയാൽ മതി കണ്ടുപിടിച്ചാൽ മതി. ഈ ആളുടെ ഭിന്ന രൂപം 2 നമ്പേഴ്സ് വരുന്ന ഭിന്ന രൂപം കണ്ടുപിടിച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ആ മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ മെത്തേഡ് ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 5 പ്ലസ് 0.875 ഭിന്ന രൂപത്തിലേക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാൻ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് ഉണ്ട്. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 875/1000 ആയിട്ട് മാറുന്നു. ഇനി 875-ലും 1000-ലും 5 എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. വെറും 5 അല്ല 25 എന്ന് പറയുന്ന ആൾ കോമൺ ആയിരിക്കും. 875-നെ ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 35 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. 875/25 ചെയ്താൽ 35 കിട്ടും. അതുപോലെ 1000-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്ന വാല്യൂ നമുക്ക് 40 ആയിരിക്കും. എത്രയായിരിക്കും 40 എന്ന് കിട്ടും. സോ ഞാൻ എന്താക്കാണ് അയാളെ മാറ്റിയിരുന്നു. ഈ കാണുന്ന 875-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 35 എന്ന് കിട്ടി. ഞാനൊന്ന് മാറ്റിയതാണ്. ഈക്വൽ ടു 5 പ്ലസ് 875 എന്ന് പറഞ്ഞാൽ 35 into 25 ആണ്. ബൈ 1000 എന്ന് പറഞ്ഞാലോ 40 into 25 ആണ്. ഈ 25ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 35/40 വന്നു. ഇനി ഈ 35-ൽ 7 കോമൺ ആണ്. സോറി 5 കോമൺ ആണ്. 7 അല്ല 5 ആണ് കോമൺ ആയിട്ടുള്ളത്. ആരിൽ ഈ 40-ലും 35-ലും 5 കോമൺ ആണ്. സോ 35-ന് ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാവുന്നതാണ് 7 കിട്ടും. 40-ന് ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടുമെന്നറിയാം. സോ ഞാൻ എന്താക്കുന്നു ഒന്നും കൂടി മാറ്റി ചെയ്യുന്നു ഇയാളെ.
5 പ്ലസ് 35 എന്താക്കുന്നു 5 ഇൻറ്റു അല്ലെങ്കിൽ 7 ഇൻറ്റു 5 എന്ന് 7 ഇൻറ്റു 5 എന്ന് എഴുതുന്നു. അതുപോലെ 40നെ 8 ഇൻറ്റു 5 എന്ന് എഴുതുന്നു. ഈ 5ഉം 5ഉം ക്യാൻസൽ ആയിപ്പോയി, വിച്ച് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 7/8 ആയിട്ട് മാറി. സിമ്പിളായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 5/1 ആണ്, മറ്റേത് 7/8 ആണ്. സോ ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യുന്നു. എങ്ങനെ 5 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 7/1 ഇൻറ്റു 8 ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 7 1 ഇൻറ്റു 7 1 ഇൻറ്റു 7/1 ഇൻറ്റു 8 ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 40 ആണ്, 1 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 ആണ്, /8 ആയിട്ട് മാറി. അതാർക്ക് ഈക്വൽ ആണ്? ഈക്വൽ ടു എന്തായിട്ട് മാറും? 40 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 47 ആയിട്ട് മാറി, /8. സോ 5.875 എന്ന് പറഞ്ഞാൽ ഭിന്ന രൂപത്തിലേക്ക് ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റിയപ്പോൾ 47/8 എന്ന് കിട്ടി. 47/8 എന്ന് കിട്ടിക്കഴിഞ്ഞു, 47/8 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇയാളെ നമുക്ക് രണ്ടും 2D നമ്പേഴ്സ് ആക്കണം. കാരണം നമ്മളോട് ചോദിച്ചത് രണ്ട് 2D നമ്പേഴ്സ് ആണ്. എ 2D നമ്പർ ഈസ് ഡിവൈഡ് ബൈ അനദർ 2D നമ്പർ. സോ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും അംശത്തിലും ഛേദത്തിലും 2D നമ്പേഴ്സ് ആണ്, രണ്ടക്ക സംഖ്യകളാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഒരാൾ മാത്രമാണ് രണ്ടക്ക സംഖ്യ 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇയാൾ 2 ഡിജിറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പേഴ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര കൊണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു 47/8 ഇൻറ്റു 2 ഇൻറ്റു 2. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 47 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 94 ആണ്, 94 അതുപോലെ 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. 94/16 എന്നാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തായിരുന്നു? ഫ്രാക്ഷനിലായിരുന്നു. വാട്ട് ആർ ദ നമ്പേഴ്സ്? സോ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 94/16 ആയി കഴിഞ്ഞാൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 94ഉം 16ഉമാണ്. 94ഉം 16ഉമാണ് നമ്മുടെ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് 94 16 എന്ന് എഴുതി വെക്കുക, 94 16 എന്ന് എഴുതി വെക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5875/1000 ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് 2 സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/9. 1/9ന്റെ ഡെസിമൽ ഫോം എന്താണ്? നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചതാണ്. 0.111 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന നമ്പറാണ്. വണ്ടേഴ്സ് ഓഫ് 9 ആണല്ലേ, ഒരു 9ന്റെ ഒരു മാജിക് ആണ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഡെസിമൽ ഫോം ഓഫ് 2/9 എന്താ? അത് നമുക്കറിയാം. എന്താണ്? 0.222 എന്ന് പറഞ്ഞു പോകുന്ന ഈ നമ്പറാണ്. 0.222 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. 0.222 എക്സെട്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താതെ പോകുന്ന നമ്പറാണ്. നെക്സ്റ്റ് വേണ്ടത് 0.11 പ്ലസ് 0.444. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇയാളെ നമ്മൾ എന്താക്കുന്നു? ഫ്രാക്ഷണൽ ഫോമിലേക്ക്, ഭിന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എന്താക്കുന്നു? 0.111 എന്ന് പറഞ്ഞാൽ 1/9 ആണ്. സോ ഞാൻ എന്താക്കുന്നു? അയാൾക്ക് പകരം 1/9 എന്ന് എഴുതി. പ്ലസ് അതുപോലെ 0.444 എന്ന് പറഞ്ഞാൽ 4/9 ആണ്. സോ ഞാൻ എന്താക്കുന്നു? 4/9 എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി, അംശത്തെ ആഡ് ചെയ്താൽ മതി. എന്താ കാരണം? അതിൻ്റെ ഛേദം രണ്ടും ഒരുപോലെയാണ്. സോ എന്തായിട്ട് മാറി? 1 പ്ലസ് 4/9 വിച്ച് ഇസ് ഈക്വൽ ടു 5/9. 5/9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വണ്ടേഴ്സ് ഓഫ് 9 ആണ്. 0.555 എന്ന് പറഞ്ഞു പോകും. 0.555 എന്ന് പറഞ്ഞു പോകും. ഇതാണ് അടുത്തതിൻ്റെ ആൻസർ വരിക. ഇനി വേണ്ടതാണ് റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് √0.44. 0.444. സോ ഡെസിമൽ ഫോം ഓഫ് √0.444 കണ്ടുപിടിക്കാൻ, √0.444 എന്ന് പറഞ്ഞു പോകുന്ന ആളുടെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ 0.444 എന്ന് പറഞ്ഞാൽ 0.444 എന്ന് പറഞ്ഞാൽ 4/9 ആണ് നമുക്കറിയാം. സോ ഈ കാണുന്ന ആൾക്ക് പകരം നമ്മൾ എന്താക്കുന്നു? 4/9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു √4/9 ആയിട്ട് മാറുന്നു. √4/9 നമുക്ക് കട്ട് ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ? √4/√9 എന്ന് എഴുതാൻ പറ്റും. √4/√9 എന്ന് എഴുതാൻ പറ്റും. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ആയിട്ട് മാറി. ഇനി 2/3ന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിച്ചാൽ മതി. 2/3ന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ യൂസ് ചെയ്യാം. ഈ 3 എന്ന് പറയുന്ന ആള് ഡിനോമിനേറ്ററിൽ 9 വന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം? അതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ 3യെ എനിക്ക് 9 ആക്കാൻ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 3 കൊണ്ട് ഡിനോമിനേറ്ററിനെ ഛേദത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം നമ്പർ കൊണ്ട് നമ്മൾ അംശത്തെയും നമ്മൾ എന്താക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? 2/3 ഇൻറ്റു 3 ചെയ്യുന്നു.
ചെയ്യുന്നു, ന്യൂമറേറ്ററിനെയും ഇൻറ്റു 3 ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 6/9 ആയിട്ട് മാറി. 6/9ന്റെ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു 0.666 എന്ന് പറഞ്ഞു പോകുന്നതാണ് 6/9ന്റെ ഡെസിമൽ ഫോം ആയിട്ട് വരിക. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? സോ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/6 ആൻഡ് ഹാവിംഗ് ഡിനോമിനേറ്റേഴ്സ് ഓഫ് പവർ ഓഫ് 10 എന്ന് പറയുന്ന ആള്. ഇത് ക്വസ്റ്റ്യൻ മലയാളം മീഡിയം. 1/6നോട് അടുത്ത് വരുന്നതും ഛേദം 10ന്റെ കൃതികളുമായ 3 ഭിന്നസംഖ്യകൾ എഴുതുക എന്നാണ് പറയുന്നത്. നമ്മൾ 1/3 വെച്ചിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 1/3 വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്താക്കി 1/6ലേക്ക് കൊണ്ടുവരികയാണ്. ഇതെങ്ങനെ ചെയ്തു നോക്കാം? സെയിം മെത്തേഡ്. ആ 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്താൽ 3 ഫ്രാക്ഷൻസ് കിട്ടും. പവേഴ്സ് ഓഫ് 10 വരുന്നത്. ഏതൊക്കെ പവേഴ്സ് ഓഫ് 10 ആണ്? 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്. ഈ 3 പവേഴ്സ് ഓഫ് 10 ആണ് വേണ്ടത്. സോ ഒന്നാമത്തെ പവേഴ്സ് ഓഫ് 10 ആരാണ്? 10 ആണ് വരുന്നത്. സോ ഞാൻ എന്താക്കുന്നു? 1/6ന് ഞാൻ എന്താക്കുന്നു? ഇങ്ങനെ എഴുതാൻ പോവാണ്. 1/6 ഇൻറ്റു 10/10 എന്ന് എഴുതുന്നു. എന്നിട്ട് ഇയാളെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ ഈ കാണുന്ന 10നെ ഞാൻ ഇങ്ങോട്ടും ഈ കാണുന്ന 6നെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? 1/10 ഇൻറ്റു 10/6 ആയിട്ട് മാറി. ഈ 10/6 ഒരു നോർമൽ ഫ്രാക്ഷൻ ആണ്. അതിനെ എന്താക്കണം? നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റം നമ്മൾ എന്താക്കുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 10/6 ചെയ്താൽ 10/6 ഒരു കാര്യം ചെയ്യാം. 10/6 ചെയ്യുന്നതിനെക്കാട്ട് എളുപ്പമാണ്. ഇതിനൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10ൽ എത്ര 2 ഉണ്ട്? 5 2 ഉണ്ട്. അതുപോലെ 6ൽ എത്ര 2 ഉണ്ട്? 3 2. സോ ഞാൻ എന്താക്കുന്നു? ഇവരെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇയാളെ ഞാൻ എന്താക്കണം? ഒന്ന് കട്ട് ചെയ്തിരുന്നു. ഈക്വൽ ടു 1/10 ഇൻറ്റു 5/3 എന്നെഴുതുന്നു. ഒന്നും കൂടി എളുപ്പമായിട്ട് മാറി ചെയ്യാൻ. സോ 5/3 എന്ന് പറയുന്ന ഫ്രാക്ഷനെ എന്താക്കിയാലും മതി? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റിയാൽ മതി. സോ 5/3. 5ൽ എത്ര 3 ഉണ്ട്? ഒരു 3 ആണ്. 1 ഇൻറ്റു 3 എത്രയാണ്? 3 ആണ്. 5 - 3 എന്തായിട്ട് മാറുന്നു? 2 ആയിട്ട് മാറുന്നു. സോ 5/3യുടെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? 1 2/3. 1 2/3 ആയിട്ട് മാറും. 1 2/3. 1 2/3. 1നെ നമുക്ക് എന്താക്കാം? ആദ്യം എഴുതാം. കാണുന്ന റിമൈൻഡർ മോൾ ചെയ്യുന്നു, 3നെ താഴുന്നു. നമ്മൾ എന്താ ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അയാളെ താഴുന്നു. ഒന്നും കൂടി മാറ്റി എഴുതാം. 1 2/3 എന്ന് പറഞ്ഞാൽ 1 + 2/3 ആണ്. 1 + 2/3 ആയിട്ട് മാറുന്നു. 5/3ക്ക് പറഞ്ഞാൽ എന്താക്കുന്നു? 1 + 2/3 എന്ന് എഴുതാൻ പോവുകയാണ്. ഈക്വൽ ടു 1/10 ഇൻറ്റു 1 + 2/3 ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ എന്താക്കണം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ 1/10 ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ 1/10 രണ്ടാമതായിട്ട് 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/10 ഇൻറ്റു 1 ചെയ്താൽ 1/10 ഇൻറ്റു 1 ചെയ്താൽ 1/10 തന്നെയാണ്. ഒരു മാറ്റവുമില്ല. 1/10 എന്ന് കിട്ടി. പിന്നെ പ്ലസ് 1/10 ഇൻറ്റു 2/3 ചെയ്താൽ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ന്യൂമറേറ്റർ 2 ആയിട്ട് മാറി. അതുപോലെ 10 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. ഡിനോമിനേറ്റർ 30 ആയിട്ട് മാറി. അപ്പോൾ 1/10 പ്ലസ് 2/30 ആയിട്ട് മാറി. ഒന്നാമത്തെ പവർ ഓഫ് 10 ആയിട്ട് മാറി. ആരാണ്? 1/10. ഈ കാണുന്ന 2/30 വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? 1/15 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? രണ്ടിലും 2 കോമൺ ആണ്. 1/15 എന്ന് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ആളെ കിട്ടി കഴിഞ്ഞു. രണ്ടാമത്തെ പവർ ഓഫ് 10 ആരാടാ? രണ്ടാമത്തെ പവർ ഓഫ് 10 ആരാ? 100 ആണ്. സോ ഞാൻ 100 കൊണ്ട് 2 ആൾക്കാരെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/6 ഇൻറ്റു 100/100 ചെയ്യുന്നു. ഒന്ന് ഓർഡർ മാറ്റുന്നു. 6നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഈ 100നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറി? 1/100 ഇൻറ്റു 100/6 ആയിട്ട് മാറി. ഇനി കാണുന്ന ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി തരണം. നമുക്ക് എന്താക്കാം? നേരത്തെ ചെയ്തതുപോലെ രണ്ടിലും എത്ര കോമൺ ആണ്? ആര് കോമൺ ആണ്? 2 കോമൺ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 ആയിട്ട് മാറും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആയിട്ട് മാറും. സോ ഈക്വൽ ടു 1/100 ഇൻറ്റു 50/3 ആയിട്ട് മാറുന്നു. ഇനി 50/3 ഞാൻ ചെയ്യുന്നു. 50/3ൽ 50ൽ എത്ര 3 എന്ന് ചോദിച്ചാൽ 16 3 ഉണ്ടാവും. 16 ഇൻറ്റു 3 എത്രയാണ്? 48 ആണ്. 50 - 48 എത്രയാണ്? 2 ആയിട്ട് മാറുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടി കഴിഞ്ഞു. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 50/3യുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? 60 + 2/3 ആയിട്ട് മാറും. 62/3 ആണ്. ഞാൻ പ്ലസ് കൊടുക്കാം, പിന്നെ കൊടുക്കാം കേട്ടോ. 62/3 ആണ്. 16 2/3 നമുക്ക് എന്താക്കാം? 16 + 2/3 എന്ന് എഴുതാൻ പറ്റും. 16 + 2/3 ആണ്. 50/3 ആണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1/100 ഇൻറ്റു എന്തായിട്ട് മാറി? 16 + 2/3 ആയിട്ട് മാറുന്നു. നേരെ നമ്മൾ എന്താക്കുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ 1/100 ഇൻറ്റു 16 1/100 ഇൻറ്റു 2/3 ആയിട്ട് മാറുന്നു. ഞാൻ ചെയ്യുകയാണ്. ഈക്വൽ ടു 1/100 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? 1/100 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? 16/100 ആയിട്ട് മാറും. 16/100 ആയിട്ട് മാറും. 1 ഇൻറ്റു 16 16/100 ആയിട്ട് മാറുന്നു. പിന്നെ പ്ലസ് 1/100 ഇൻറ്റു 2/3. 1 ഇൻറ്റു 2 2 ആണ്. 100 ഇൻറ്റു 3 എത്രയായിട്ട് മാറുന്നു? 300 ആയിട്ട് മാറുന്നു. സോ
2/300 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ആളെയും കിട്ടി. ഈ കാണുന്ന 2/300 വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, 2 കൊണ്ട് രണ്ടാളെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/150 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. 2 പവേഴ്സ് ഓഫ് 10 കിട്ടി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആളാണ് 1/6 ഈക്വൽ ടു 1000 എന്ന് പറയുന്ന പവർ ഓഫ് 10 ആണ്. സോ 1/6 ഇൻറ്റു 1000/1000 ആയിട്ട് മാറുന്നു. ഓർഡർ മാറ്റി എഴുതി കഴിഞ്ഞാൽ 1/1000 ഇൻറ്റു 1000/6 ആയിട്ട് മാറുന്നു. 1000/6 രണ്ടാൾക്കാരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് മാറും, 1/1000 ഇൻറ്റു 500/3 ആയിട്ട് മാറുന്നു. രണ്ടിലും 2 കോമൺ ആണ്. 1000 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500 കിട്ടുന്നു. 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടുന്നു. ഇയാളെ നമ്മൾ എന്താക്കുന്നു, മാറ്റി എഴുതാൻ പോവുകയാണ്. 500നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5ൽ എത്ര 3 ഉണ്ട് നോക്കിയത്. 5ൽ എത്ര 3 ഉണ്ട്, ഒരു 3 ആണ്. സോ 1 ഇൻറ്റു 3 3 ആയിട്ട് മാറുന്നു. 2 ബാക്കി വന്നു. പിന്നെ 20 വന്നു. 20ൽ എത്ര 3 ഉണ്ട്, 6 3 ഉണ്ട്. സോ 6 ഇൻറ്റു 3 18 ആണ്. 2 എഗെയിൻ ബാക്കി വന്നു. എഗെയിൻ ഒരു 0 ഇവിടെ കിടക്കുന്നുണ്ട്, താഴോട്ട് എടുത്തിരുന്നു. 0 എന്താക്കുന്നു, താഴോട്ട് എടുത്തു. എത്ര വന്നു, 20 ആയിട്ട് മാറുന്നു. 20ൽ എഗെയിൻ എത്ര 3 ഉണ്ട്, 6 3 ഉണ്ട്. സോ 6 ഇൻറ്റു 3 18 ആയിട്ട് മാറുന്നു. എഗെയിൻ റിമൈൻഡർ 2 വന്നു. സോ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 166 എന്നാ കിട്ടിയത്. 500/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, 166 2/3 എന്ന് എഴുതാൻ പറ്റും. 166 2/3 എന്ന് പറഞ്ഞാൽ 166 പ്ലസ് 2/3 ആണ്. 166 പ്ലസ് 2/3 ആയിട്ട് മാറുന്നു. ഇനി ഈ കാണുന്ന 500/3ക്ക് പകരം ഞാൻ എന്താക്കുന്നു, 166 പ്ലസ് 2/3 എഴുതാൻ പോവുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/6 is equal to 1/1000 ഇൻറ്റു രണ്ടാമത്തെ ആൾ 500/3 ആണ്. അതിന് പകരം 166 പ്ലസ് 2/3 ആക്കുന്നു. ഞാൻ എന്താക്കാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. 1/1000 ഇൻറ്റു 166 അതുപോലെ തന്നെ 1/1000 ഇൻറ്റു 2/3 എന്ന് മാറ്റി ചെയ്യുന്നു. ഈക്വൽ ടു 1/1000 ഇൻറ്റു 166 എന്ന് പറഞ്ഞാൽ 166/1000 ആയിട്ട് മാറുന്നു. പിന്നെ അതേപോലെ 1/1000 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, പ്ലസ് 2/3000 ആയിട്ട് മാറുന്നു. അപ്പോൾ 3 പവേഴ്സ് ഓഫ് 10 കിട്ടിക്കഴിഞ്ഞു. ഈ കാണുന്ന മൂന്നാമത്തെ വാല്യൂസ് ഒന്നും പവേഴ്സ് ഓഫ് 10 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ അവരെന്താണ്, ചെറിയ വാല്യൂസ് ആണ്. ഏറ്റവും ചെറുതായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 വാല്യൂസ് എന്ന് പറഞ്ഞാൽ 166/1000. അതുപോലെ തന്നെ രണ്ടാമത്തെ വാല്യൂടെ പോയി 100ൽ വരുന്നത് 16/100. അതുപോലെ ഒന്നാമത്തെ വാല്യൂടെ പോയി 6ൽ വരുന്ന വാല്യൂടെ പോയി 1/10. ഈ 3 വാല്യൂസ് ആണ് നമ്മുടെ പവേഴ്സ് ഓഫ് 10ന്റെ 3 അടുത്തടുത്ത് വരുന്ന 1/6ന്റെ അടുത്തടുത്ത് വരുന്ന പവേഴ്സ് ഓഫ് 10ന്റെ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മാർക്ക് ചെയ്യുന്ന വാല്യൂസ്. ഒന്നാമത്തെ ആള് 1/10, രണ്ടാമത്തെ ആള് 16/100, മൂന്നാമത്തെ ആള് വരുന്നത് 166/1000 എന്ന് പറയുന്ന ആൾക്കാർ. ഈ 3 ആൾക്കാരെ നിങ്ങൾ എന്താക്കുക, എഴുതി വെക്കുക. ആരൊക്കെയാണ്, 1/10 ഉണ്ടാവും, അതുപോലെ തന്നെ 16/100 ഉണ്ടാവും, അതുപോലെ തന്നെ 166/1000 എന്ന് പറയുന്ന ഈ 3 ഫ്രാക്ഷൻസ് ഭിന്നങ്ങളാണ് നമ്മുടെ 1/6 എന്ന് പറയുന്ന ആളോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പവേഴ്സ് ഓഫ് 10 ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/6. 1/6ന് ഡെസിമൽ ഫോം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വാല്യൂ ആണ് 0.166 എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താതെ പോകുന്ന വാല്യൂസ് ആണ് 1/6ന്റെ ഡെസിമൽ ഫോം ആയിട്ട് വരിക. ഈ ഒരു ഫോം ആലോചിച്ചാൽ മതി. ഈ കാണുന്ന ഫോമിൽ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ ആൾ 1 ആയിട്ട് മാറും, രണ്ടാമത്തെ ആൾ 16 എന്നായിട്ട് മാറുന്നു, പിന്നെ 166 ആയിട്ട് മാറുന്നു. സോ 0.166 എന്ന് പറഞ്ഞ് നിർത്താതെ പോകുന്ന വാല്യൂസ് ആണ് 1/6ന്റെ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ. റെഡി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ, ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് മാറും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സീ യു.